ഹായ് ഹലോ. ഇനി നമുക്ക് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഉപ്മാവിൻ്റെ റെസിപ്പി കാണാം. കുറച്ച് പുളിയും എരിവും ഒക്കെ ചേർന്നൊരു ഉപ്മാവിൻ്റെ റെസിപ്പിയാണിത്. ഈ ഒരു ഉപ്മാവിന് പ്രത്യേകിച്ച് സൈഡ് ഡിഷിൻ്റെ ആവശ്യമൊന്നും തന്നെയില്ല. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെറൈറ്റി ആയിട്ടുള്ള ടാങ്കി സ്പൈസി ഉപ്മാവ് തയ്യാറാക്കാനായി ആദ്യം നമുക്ക് 1 കപ്പ് റവയൊന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ 1 കപ്പ് റവ മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് വറുത്തെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ റവ നല്ലതുപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് സെയിം പാനിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഉപ്മാവ് നെയ്യിൽ തയ്യാറാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. അതിലേക്ക് നമുക്ക് ഒരു 1/4 ടേബിൾ സ്പൂണോളം കടുക്, 1/4 ടേബിൾ സ്പൂണോളം ജീരകം, 1 ടേബിൾ സ്പൂണോളം ഉഴുന്നുപരിപ്പ്, 1 ടേബിൾ സ്പൂണോളം കടലപ്പരിപ്പ് ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ വ്യത്യസ്തമായ രുചിയിലുള്ള ഒരു ഉപ്മാവാണിത്. തീർച്ചയായും നിങ്ങളിത് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം നമ്മുടെ കടുകൊക്കെ നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞതുമാണ്. ഇതുകൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം പെട്ടെന്ന് വഴണ്ടി വരാനായി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. സവാള ചെറുതായി ട്രാൻസ്പെറൻ്റായി വന്നിട്ടുണ്ട്. ഇത്രയും നമുക്ക് വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ തക്കാളി മിക്സിയിൽ അടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് അടിച്ചെടുത്തത്. ഇതുകൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയുടെ വെള്ളമയം ഒക്കെ ഒന്ന് വറ്റി വരുമ്പോൾ നമുക്കതിലേക്കൊരു 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലപ്പൊടിയുടെ പച്ചമണമെല്ലാം മാറിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി ചോപ്പ് ചെയ്ത് കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം നമ്മുടെ മസാല നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ ഉപ്മാവെടുത്ത അതേ കപ്പിന് തന്നെയാണ് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് റവയ്ക്ക് 1.5 കപ്പ് വെള്ളം, അതാണ് ഇതിൻ്റെ ഒരു കണക്ക്. ഇത് ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ നോക്കി ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഉപ്മാവിൻ്റെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന റവ കുറേശ്ശെയായിട്ട് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുമ്പം കട്ട കെട്ടാതെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ ഉപ്മാവ് ഏകദേശം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫൈനലായിട്ട് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ടാങ്കി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ഉപ്മാവ് ഇവിടെ റെഡിയായി. വളരെ വ്യത്യസ്തമായൊരു രുചിയാണ് ഈ ഉപ്മാവിന്.
തീർച്ചയായും നിങ്ങൾ ഈ ഉപ്മാവിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഉപ്മാവ് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. അടുത്ത വെറൈറ്റിയുമായുള്ള റെസിപ്പിയുമായി കാണുന്നവരേക്കും ബൈ ബൈ.